കുറേ നാൾക്ക് ശേഷം എൻ്റെ കൊച്ചിനെ കിട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അറബി. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ്. അതായത് ഞാനിപ്പോൾ 1 വർഷമായിട്ട് എൻ്റെ പെങ്ങളെ മോളെ കണ്ടിട്ട്. അപ്പോൾ അവളെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം അവളുടെ ഹോസ്റ്റലാണ് ഇവിടെ. നമ്മൾ ഇപ്പോൾ വണ്ടി ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ജസ്റ്റ് ഇൻഫോം ചെയ്ത് അവളിപ്പം വരും. നമ്മൾ എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. എനിക്ക് ആക്ച്വലി കയ്യിൽ വന്നപ്പോഴും കാണാൻ പറ്റിയില്ല. ആഫ്റ്റർ എ ലോങ് ടൈം കാണുവാണ് നമ്മൾ. ഇതൊക്കെ ഒരു എന്താ പറയുക, ഇങ്ങനെ കാത്തിരിപ്പൊക്കെ ഒരു രസമാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ. ഞങ്ങൾ കറക്റ്റ് 7:30 അവിടെ നിന്ന് ഇറങ്ങി ഒരു 10 മണിയായപ്പോൾ ഇങ്ങെത്തി. അപ്പോൾ അവളിവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവൾ എൻട്രൻസ് എഴുതാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്രില്യൻസിലാണ് നമ്മുടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വരുന്നത്. പഠിക്കണ വലിയ സ്ഥലത്താണ്. ഗൈസ്, എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവൾ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവൾ പോയിട്ട് വരും. നമ്മൾ വെയിറ്റ് ചെയ്യാം. അവളെയും കൂട്ടിയിട്ട് നേരെ ഇവിടെ ആര്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ലായിട്ട് വരാം. അതൊക്കെ ഇട്ട് നോക്കിയാണ്. ചുരിദാർ ഇട്ടപ്പോൾ എങ്ങനെയുണ്ട്? എന്താണ് സംഭവം? കൊള്ളാവോ? ചുരിദാറാണോ സാരിയാണോ നല്ലത്? കൊച്ചായല്ലേ ലുക്കല്ലേ? മേക്കപ്പ് കിട്ടോ പോയി? ഗൈസ്, കുറേ നാൾക്ക് ശേഷം എൻ്റെ കൊച്ചിനെ കിട്ടി കേട്ടോ. തങ്കു, നീ മറ്റേ വണ്ടി വിളിച്ചു വാ, ഒരു കാറങ്ങനെ വിളിച്ചു വാ. കേരള സ്ഥലമില്ല, ഇതാണ് കുഴപ്പം. വലുതായി പോയാലുള്ള കുഴപ്പം. എന്നാലും കുഴപ്പമില്ല, നീ ഇവിടെ നിന്നില്ലേ. ഗൈസ്, നമ്മൾ വണ്ടിയിൽ ചെറിയ പരിമിതികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തലത്തിൽ തിക്കുറവുണ്ട്. എന്നാലും ഇത്രയും വരെ കൊള്ളും കേട്ടോ. കപ്പാസിറ്റി ഉണ്ട്. അവിടെ കണ്ടോ, ബാക്കിൽ ഇത്രയും വരെ അറിയി. ചെറുക്കൻ വന്നിൻ്റെ അടി. ചെറുക്കൻ അമ്മ പറഞ്ഞ് കൊണ്ടുപോകാൻ തോന്നി. എല്ലാം കൂടെ ഇല്ലടി, എല്ലാരും കൂടെ സ്ഥലമില്ലാത്ത കൊണ്ട് അഫ്സലിന് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചല്ലേ. ദോശയാണോ നിനക്ക് മസാല അല്ലേ? സാധേ ചെറിയ സാധാ ദോശ ഉണ്ടെങ്കിൽ കൂടും. 2 നെയ് റോസ്റ്റ്, 3 മസാല ദോശ, ഗീ റോസ്റ്റാ. അപ്പോൾ 3 ഗീ റോസ്റ്റ്, 3 മസാല ദോശ, 3 ചായ ലൈറ്റ് എടുത്തോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആര്യാസിലിരിക്കുകയാണ്. ആര്യാസിന് ഫുഡ് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിരുന്നു. നല്ല വിശപ്പെട്ടോ. അതിന് ശേഷം ഫുള്ള് ട്രാജഡിയാണ്. അവക്കൊരു കുത്തക്ക് മിനാറ്. അതെ, പിടിച്ചോ. നീ മസാല കഴിക്കത്തില്ലേ? വേണ്ട, പിന്നെ വെച്ചേക്കണമേ ഉള്ളൂ. അപ്പോൾ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അറഫാര ബെഡായിരുന്നു. ബെഡായിരുന്നു. ഇപ്പോൾ എത്രയാണ്? 25 വയസ്സങ്ങണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ചുമ്മാ കേട്ടോ, പൈസ കൂട്ടി പറഞ്ഞാലേ അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു 13 14 കണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ ബെഡായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് പാല ബേക്കറി കയറിയിട്ട് കേക്ക് മേടിച്ച് മുറിക്കാനുള്ള പ്ലാനാണ്. ഇന്നലെ ഒരു ബെഡ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്ന് അടുത്തത്. നമ്മളത് ഭാഗ്യം തന്നെ അല്ലേ. അപ്പോൾ ഗൈസ്, എന്തായാലും ഇവിടെ കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉടനെ പോകും. പിന്നെ ഇവിടെ കാണാൻ പറ്റില്ല. നമ്മൾ ഇനിയിപ്പം എൻട്രൻസ് ഒക്കെ എഴുതി വരുമ്പോൾ പാലായി നിന്നുണ്ട്. ഭയങ്കര ജാടയാണ് ഗൈസ്, പഴയ പോലെയൊന്നുമല്ല, അങ്ങനെ മിണ്ടൊന്നുമില്ല. ഇവിടെ കൂടെ കേക്ക് ഇരിപ്പുണ്ട്, ബട്ടർ സ്കോച്ച്, റെഡ് വെൽവെറ്റ്, കുറേ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. ഏതാണ്ട് കൺഫ്യൂഷനാണ് അവർക്ക്. ഏതാ സെലക്ട് ചെയ്യുക? ഏത് പറഞ്ഞോ? ഏതാ ഫൈനൽ ഡിസിഷൻ കിട്ടിയോ? ഏത്? ബട്ടർ സ്കോച്ച്? ബട്ടർ സ്കോച്ച് വേണം കേക്ക്. നമ്മൾ ടേബിൾ അവിടെയാണ്. ഇവർ ഫുള്ളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് എല്ലാവരും ഫുള്ള് സെറ്റ് കേട്ടോ. ഇത് ഉണ്ടോ, ഞാൻ അവിടെ കയറിയിട്ട് അവിടെ മറ്റേ കറി ഉണ്ടോ, സെറ്റ് ഫുള്ള് സീനായി. ഒരു പിള്ളേരെ പോലെയല്ല. അവിടെ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അതിനകത്ത് കറി ഉണ്ടോ, 4 തെണ്ടി അവിടെ കറി തെറ്റി വെച്ചിരുന്നു. അല്ല, ഞാൻ വരുമെന്ന് പറഞ്ഞോണ്ടല്ലേ. അത് ഇതായാലും അതുകൊണ്ട് കാര്യമില്ല. ഇവിടുത്തെ ഞാനിരുന്നോ, ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടടാ. നീ പോയിട്ടില്ലേ? സ്പെല്ലിങ് അറക്കി എഴുതി അറബി. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. കേക്ക് ഞാൻ ഉടനെ
നമ്മൾ കേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, കേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഈ കേക്കിൽ കേട്ടോ പേര് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ അറബി. അത്രയൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. സെറ്റ് കേട്ടാ. ഊതിയാണോ കേട്ടി? ഊതിയാണിച്ചോ? അപ്പോൾ ഗൈസ് ബർത്ത്ഡേ ആണ്. പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അറബി. അതോ കേക്ക് കട്ട് ചെയ്തോ ഉമ്മച്ചിക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കും. അപ്പോൾ ഗൈസ് അവിടെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഉമ്മച്ചിക്ക് തന്നെ ഫസ്റ്റ് എടുത്ത് കൊടുത്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ സെറ്റ് അയ്യോ കളർ സെറ്റാണോ? അടിപൊളിയായിരുന്നു. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, സുന്ദരിയായിട്ടുണ്ട് കണ്ടോ, എന്ത് രസമാണ് എനിക്ക്. അബായി प्रॉब्लम नहीं, मैं प्रॉब्लम नहीं आपका. വയസ്സ് ഇവർക്ക് കൂടെ കൊടുക്കാം. കുറച്ച് കേക്ക് കഴിക്കില്ലേ മോക്ക്? താങ്ക് യു. വലിയ പീസ് തന്നെ അല്ലേ? ഇവിടെ ബർത്ത്ഡേ കൂടാനുള്ള ഫൈ കിട്ടി. സൂപ്പർ കേട്ടോ. ഇത് എന്തൊരു കഷ്ണമെന്ന് നോക്കിയാൽ എൻ്റെ മോന്, എന്തൊരു 1/2 കിലോ കേക്കാ. അപ്പോൾ നമ്മൾ കുറച്ച് കേക്ക് ബാക്കി വന്നു. അത് അവിടെ ഹോസ്റ്റലിലുള്ള കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് പാഴ്സൽ എടുത്തു. ഒന്ന് ദാഹം മാറ്റാനായിട്ട് ഒരു നാരങ്ങ വെള്ളം ഓർഡർ ചെയ്തു, ലൈം ജ്യൂസ്. നമ്മൾ കേക്കൊക്കെ മുറിച്ച് ഇറങ്ങി ഇറക്കൊക്കെ ഒരു ചെറിയ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. എൻ്റെ ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നു. ആകെ ഒരു സീനെന്ന് പറഞ്ഞാൽ ഇന്നലെ പടക്കം കത്തിച്ചാണെങ്കിൽ മറ്റേ തിരി കത്തത്തില്ലായിരുന്നു, ഫാൻ കിടന്നേ കൊണ്ട്. പിന്നെ കത്തി നമ്മൾ സെറ്റായി അടിച്ചു പൊളിച്ച്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കേക്കൊക്കെ വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ട് നമ്മളിവിടെ റിലയൻസ് ഉണ്ട് കേട്ടോ, ചുമ്മാ അങ്ങോട്ട് കയറി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ മേടിച്ചു കൊടുക്കും. ഇന്ന് എന്തും പർച്ചേസ് ചെയ്യാം. ബിഗ് ഓഫർ, ബർത്ത്ഡേ ഓഫറാണ്. ബർത്ത്ഡേ ഇന്ന് മാത്രം, നാളെ പറ്റത്തില്ല. അതുകൊണ്ട് എടുത്തോ. നോക്ക് ഞാൻ നോക്കിക്കോളാം. ഓ ശരി. കൈസ് എന്നെ ഇവിടെ കളിയാക്കുന്ന കൈസ്. എനിക്കാരെയും നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്കാരെയും നോക്കാൻ പറ്റത്തില്ല, നിനക്കില്ലാതെ നോക്കാം. ഞാൻ നോക്കിപ്പോയാൽ ഒരു കുഴപ്പം. അപ്പം എടുത്തു ഇഷ്ടപ്പെട്ട സാധനം എടുത്തു. ഏതാണ് നോക്കൂ. അപ്പോൾ ഒരു സാധനം എടുക്കുന്നില്ല കുറേ നേരം കൊണ്ട്. ഫുൾ സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അവളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ഇനിയാണ് സങ്കടകരമായൊരു രംഗം. അപ്പോൾ ഇവിടെ എത്തി. ഇതാണ് ഇവർക്ക് ഫുഡ് കൊണ്ടുവരുന്ന വണ്ടി കേട്ടോ, അല്ലേ? അപ്പോൾ ഗൈസ് ഇവരെന്നെ കളിയാക്കുന്ന ഗൈസ്. അവിടെ തട പിടിച്ച തുണിയാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നത്. എൻ്റെ ഒരു അവസ്ഥ. ആര്യാസിൽ കയറിയപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നേ, മറ്റേ ടേബിളിൽ എന്തോ സംഭവം ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഇതിൽ സൈഡിൽ അതിൽ നിന്ന് പറ്റിയാണ്. മറ്റേ കാര്യമില്ല, എന്ത് കുഴപ്പമില്ല. നമ്മൾ അയ്യോ ഒപ്പ എങ്ങനെയായിരുന്നാലും വെള്ളം കുടിച്ചു പോകും കേട്ടോ. അമ്മാതിരി ചൂടാണ്. ഇത്ര മഴ പെയ്തും ചൂട് മാറുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കുട്ടി പോവാണ്. നമ്മളെ യാത്ര പറയൽ സീനാണ് അടുത്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇനി നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് കുറച്ച് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി. ഇനി ഞാൻ പോകും കേട്ടോ ഡയറക്റ്റ്. നമ്മളിനി കാണൂലേ, ചിലപ്പോൾ നമ്മൾ കാണും. ബൈ.
തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. ഇല്ല ഫോണില്ലേ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പോവാമോ? അപ്പം ഗൈസ് വണ്ടി കയറിക്കോളൂ, നമുക്ക് വീട്ടിൽ പോകാം.